പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കാനും അത് നിങ്ങളോട് പറയാനും എല്ലാം സർവകൃപാലുവായ ദൈവം എനിക്ക് തരുന്ന അവസരത്തിനായി, നമുക്ക് തരുന്ന മുഖാന്തരത്തിനായി നന്ദിയോടെ ഒരിക്കൽ കൂടി ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. മനോഹരമായിരിക്കുന്ന ഈ നല്ല ദിവസം കർത്താവിൻ്റെ വചനത്താലും ദൈവവചനം കേൾക്കുന്നതിനാലും നമുക്ക് ധന്യത ഉണ്ടാകട്ടെ. നമ്മുടെ ചിന്താഗതികളെ ദൈവത്തിൻ്റെ വചനം മാറ്റട്ടെ. നമ്മുടെ ആശങ്കകൾക്ക് അറുതി വരുത്തട്ടെ. നമ്മുടെ നിരാശകൾ മാറി നമുക്കും ചില കാര്യങ്ങൾ ദൈവത്താൽ സാധിക്കും എന്നുള്ള ബോധ്യം നമ്മളെ വരുത്താൻ വചനത്തെക്കാൾ ഉപകരിക്കുന്നത് മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് നമുക്ക് ആത്മീക വർധനയ്ക്ക് കാരണമാകുമെന്നുള്ള പ്രതീക്ഷയോടെ തിരുവചനം കേൾക്കാൻ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരായ നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ വന്ദനം പറയുന്നു. ആ കൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നുകൊണ്ട് ഓരോ ശുശ്രൂഷയിലും ഒരുപാട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വീണ്ടും വചനം പറയാൻ എനിക്ക് അവസരം തരുന്ന കർത്താവിന് നന്ദിയോടെ ഞാൻ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം റോമാലേഖനം 9-ാം അധ്യായം 15-16 വാക്യങ്ങളാണ്. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. റോമാലേഖനം 9-ാം അധ്യായം 15-16 വാക്യങ്ങൾ. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുന്നു എന്ന് ദൈവം മോശയോട് അരുളി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലതും സാധ്യമാകുന്നത്. ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലതും സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വാക്യം വായിക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ ഒരു വിമർശകൻ ദൈവത്തെ കുറ്റം പറയാൻ, ദൈവത്തെ വിമർശിക്കാൻ കരുത്തുള്ള ഒരാളില്ല. എങ്കിലും ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തോന്നും ദൈവത്തിന് കുറേ പേരോട് കരുണയും കുറേ പേരോട് മനസ്സലിവും ഒക്കെ കനിവും ഒക്കെ തോന്നുന്നു. തോന്നാത്തവൻ പെട്ടു, അങ്ങനെ തോന്നിയവൻ രക്ഷപ്പെട്ടു. അങ്ങനെ കുറേ പേരോട് കരുണയും കനിവും തോന്നുകയും മറ്റുള്ളവരോട് തോന്നാതിരിക്കുകയും ചെയ്യുന്നത് അതെന്നാ ദൈവ, അതൊരു മുഖപക്ഷമല്ലേ എന്നൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. വാസ്തവത്തിൽ അങ്ങനെയല്ല ഈ വാക്യത്തെ ധരിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യേണ്ടത്. ദൈവത്തിന് കുറേ പേരോട് മാത്രം, പ്രത്യേകതരം ആളുകളോട് മാത്രം അങ്ങനെ തോന്നുന്നു എന്നതല്ല ഇതിനർത്ഥം. ഈ 2 വാക്യങ്ങളിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഞാൻ തൊട്ടുപുറകെ പറയാം. എന്നാൽ ഈ വാക്കിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതുകൊണ്ടൊരു വാക്ക് ഞാൻ പറയാം. ഈ ലോകത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിന് കരുണ തോന്നാനും കനിവ് തോന്നാനും പാകത്തിന് നാം ജീവിക്കണം. 2 വിധത്തിൽ നമുക്ക് ജീവിക്കാം. ഒന്ന്, ദൈവത്തിന് കോപം തോന്നാനും കോപം ജ്വലിപ്പിക്കാനും നീരസം തോന്നാനും പിണക്കം തോന്നാനും ആ വിധത്തിൽ നമുക്ക് ജീവിക്കാം, അതറിയാലോ. മറുവശം, ദൈവത്തിന് നമ്മളോട് പ്രീതി തോന്നാനും കരുണ തോന്നാനും ദയ തോന്നാനും തക്കവണ്ണം ജീവിക്കാം. അത് ദൈവം കുറേ പേരോട് കരുണ കാണിക്കുന്നു, മറ്റുള്ളവരോട് കോപിക്കുന്നു എന്നതല്ല. നമ്മളെങ്ങനെ ജീവിക്കുന്നു, നമ്മളെങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നു, അങ്ങനെയാണ് ദൈവത്തിന് നമ്മളോട് കരുണയോ കോപമോ എന്തു തോന്നണം എന്ന് തീരുമാനിക്കുന്നത് ദൈവമല്ല, നമ്മുടെ ജീവിതം കൊണ്ടാണ്. നാം ജീവിക്കുമ്പോൾ ദൈവത്തോടടുത്ത്, ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തെ സ്നേഹിക്കുന്നത് നിമിത്തം ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച്, ചില കാര്യങ്ങളെ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ഉപേക്ഷിച്ച്, അയ്യോ ദൈവം എന്നോട് കരുണ കാണിക്കാതിരിക്കും, അല്ലെങ്കിൽ ദൈവത്തെ ഞാൻ ദുഃഖിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില സാഹചര്യങ്ങൾ മുമ്പിലുണ്ടാകുമ്പോൾ ആ സാഹചര്യങ്ങളെ മനഃപൂർവ്വമായി മാറ്റി അങ്ങനെയൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ദൈവത്തിന് കരുണയും കനിവും തോന്നുന്നത്. ഇതൊന്നുമില്ലാതെ ദൈവം ഉണ്ടെന്ന് പോലും ഓർക്കാതെ ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ പാടെ കാറ്റിൽ പലർത്തി ഒരബദ്ധം പറ്റുകയോ ഒരു വീഴ്ച പറ്റുകയല്ല, അതിന് മൊത്തത്തിൽ നമ്മൾ ഒരു നിരുത്തരവാദപരമായി അതിനെ തള്ളിക്കളഞ്ഞ് ജീവിക്കുമ്പോൾ അയ്യോ കരുണ തോന്നണം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒക്കുന്നേ, അതൊരു വല്ലാത്ത ചിന്തയായി പോകില്ലേ. അപ്പോൾ ഈ വാക്യത്തിൻ്റെ മുമ്പിൽ ദൈവമല്ല കുറ്റക്കാരൻ,
കുറേ പേരോട് കരുണ തോന്നുന്നു, കുറേ പേരോട് കനിവ് തോന്നുന്നു, ഞങ്ങൾ ചിലരോട് തോന്നുന്നില്ല എന്ന് മാറിയിരുന്ന് മുഖം വീർപ്പിച്ച് പദം പറയാൻ ആർക്കും പറ്റില്ല. നീ നേരോടെ ജീവിച്ചാൽ, നീ കായിനോട് പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിന് പറയാറുള്ളൂ, നീ നല്ലത് ചെയ്താൽ നിന്നോടും പ്രസാദിക്കില്ലേ? ആരോടും പ്രസാദിക്കും ദൈവത്തിന്. നമ്മൾ അതുപോലെ ആയിരിക്കണം എന്നേ ആ വാക്യത്തിന് അർത്ഥമുള്ളൂ. അല്ലാതെ കുറേ പേരെ ദൈവം തീക്കരയാക്കാനും വാഴച്ചോട്ടിൽ വെട്ടിക്കൂട്ടി വളവിടാനും വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു, ബാക്കിയുള്ളവരെല്ലാം സിംഹാസനത്തിലിരിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കരുത്, എന്ന് ചിന്തിക്കരുത്. നമുക്ക് ആ വാക്യത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പറയാം: ദൈവമേ, അങ്ങേക്ക് കോപം ജ്വലിപ്പിക്കാൻ, അങ്ങേക്ക് നീരസം ഉണ്ടാക്കാൻ, അങ്ങയെ ക്രോധമുള്ളവനാക്കാൻ അങ്ങനെ ഒരു വാക്കുപോലും, അങ്ങനെ ഒരു നീക്കം പോലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലപ്പാ. എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് താഴ്മയോടും വിനയത്തോടും ദൈവാശ്രയ ബോധത്തോടും കൂടി ജീവിക്കുകയും ആ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം നമ്മളെ തന്നെ ക്രമീകരിക്കുകയും ചെയ്താൽ നമ്മളോടും കരുണ തോന്നും, കനിവ് തോന്നും. അത്രയും വിചാരിച്ചാൽ മതി. അല്ലാതെ എന്നോട് തോന്നിയില്ല, അടുത്ത വീട്ടുകാരനോട് തോന്നിയല്ലോ എന്നും ചോദിച്ചുകൊണ്ട് പിണങ്ങി മാറിയിരിക്കുകയൊന്നും വേണ്ട. നമ്മളോടും ദൈവത്തിന് കരുണ തോന്നുമെന്നുള്ള കാര്യം ഉറപ്പാണ്. 16-ാം വാക്യമാണ് പ്രധാനപ്പെട്ട ആശയം ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന വാക്യം. അതുകൊണ്ടെന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഇങ്ങനെ ദൈവത്തിന് കനിവ് തോന്നണമെന്നുള്ളവരോട് കനിവ് തോന്നുകയും കരുണ തോന്നണമെന്നുള്ളവർ കരുണ തോന്നുകയും ചെയ്യുന്നു എന്നെഴുതിയിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല എന്ന് പറഞ്ഞാൽ, ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുകയും മനക്കോട്ട കെട്ടുകയും മനസ്സിൽ കാണുകയും ചെയ്യാം. ഒത്തിരി പേർക്ക് അങ്ങനെ ഹൃദയത്തിനകത്തൊരു നല്ല ജീവിതം വേണം, നല്ല മക്കൾ, നല്ല ശുശ്രൂഷ, നല്ലൊരു വീട്, ആരോടും ആശ്രയിക്കാതെ നന്നായി പോകാൻ പറ്റുന്ന ഇതാണ് മനസ്സിലെ ഇച്ഛകൾ. നന്നാവണം, ഉയരണം, നല്ല ജീവിതമാകണം, അതാണ് ഇച്ഛിക്കുക. ഓടുക എന്ന് പറഞ്ഞാൽ ബൈബിളിൻ്റെ ഭാഷ നമ്മൾ മനസ്സിലാക്കണം. ഓടുക എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കൊളസ്ട്രോൾ മാറാൻ വേണ്ടി ഓടുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെ കഠിനാധ്വാനം, ജീവിക്കാനുള്ള തത്രപ്പാട്, ഓവർ ടൈം ചെയ്ത്, അങ്ങനെ രാത്രിയും പണിയെടുത്ത് പകലും പണിയെടുത്ത് എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ, എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കണ്ടേ, ആവുമ്പോഴല്ലേ ആവത്തുള്ളൂ എന്നോർത്ത് രാപ്പകൽ എന്നെ ഒന്നിനും നേരമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ മനുഷ്യൻ മനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും അത് നടത്തിപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് വീട്ടിലിരിക്കാൻ പോലും നേരമില്ലാതെ ഓടുകയാണ്. നേരം വെളുക്കുമ്പോൾ മുതൽ ഓടുകയാണ്. പ്രാർത്ഥിക്കാൻ നേരമില്ല, പള്ളിയിൽ പോകാൻ നേരമില്ല, അങ്ങനെ ഓടുക. ഇങ്ങനെയുള്ള മനുഷ്യൻ, അവരെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെ വെള്ളം കുടിക്കാൻ പോലും നേരമില്ലാതെ ശരീരം പോലും നേക്കാതെ ഓടിയത് കൊണ്ടോ, ഇങ്ങനെ മനസ്സിനകത്ത് പല കാര്യങ്ങൾ മനക്കോട്ട കെട്ടി അതിൻ്റെ എല്ലാം പടം വരച്ച് വെച്ച് ആഗ്രഹിച്ചതുകൊണ്ടോ അവരാരൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെയോ ഒരുത്തനോട് ദൈവത്തിന് കരുണ തോന്നിയാൽ കാര്യങ്ങൾ സാധിക്കുന്നത് കരുണ തോന്നുന്ന ദൈവത്താലത്രേ. അപ്പം ഞാൻ ഈ വാക്യത്തെ മൊത്തത്തിൽ ഇങ്ങനെ ക്രോഡീകരിച്ച് പറയാം. ഒരുപാട് ഓടി കതച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നോർത്ത് അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊടുത്ത്, ഇവിടെ നിന്ന് മേടിച്ച് അവിടെ കൊടുത്ത്, അത് പലിശക്കെടുത്ത്, പിന്നെ എന്തൊക്കെയാണ് ചെയ്യാം, എങ്ങനെ കല്ല് ചുമക്കുന്നത് പോലെ ഒരിക്കലും സ്വസ്ഥതയില്ലാതെ ഇങ്ങനെ ഓടാൻ തുടങ്ങിയിട്ട് കാലം അത്രയേ. അധ്വാനത്തോട് അധ്വാനം, ഓട്ടത്തോടോട്ടം. ഇതിനിടയിൽ ദൂത് കേൾക്കുന്നു. ആ കേൾക്കുന്ന ദൂതെല്ലാം മനസ്സിനകത്ത് ഇച്ഛയായി ആഗ്രഹമായി വരുന്നു. ഇതെല്ലാം സ്വപ്നം കാണുന്നു. അതിന് പറ്റിയ കുറേ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചും വെട്ടിവെച്ചും ഒക്കെ ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ശരിയാണ്. പക്ഷെ ഇതിനാലൊന്നുമല്ല, വെപ്രാളം കാണിക്കുന്നതിനാലും കഠിനാധ്വാനം ചെയ്യുന്നതിനാലൊന്നുമല്ല, കരുണ തോന്നുന്ന ദൈവത്താലത്രേ സകലതും സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തിന് കരുണ തോന്നുന്ന രീതിയിലുള്ളൊരു ജീവിതം നമ്മൾ ആദ്യം കാഴ്ചവെക്കണം. അങ്ങനെ കാഴ്ചവെച്ചാൽ കരുണ തോന്നുന്ന ദൈവത്താലാണ് എല്ലാം സാധിക്കുന്നത്. ദൈവത്തിന് കരുണ തോന്നിയാൽ ഒരു വീട് തരാൻ ദൈവത്തെ കൊണ്ട് പറ്റും. അത് ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റും. ദൈവത്തിന് കരുണ തോന്നിയാൽ നിൻ്റെ കൊച്ചിൻ്റെ ഫീസ് മുഴുവൻ കൊടുക്കാൻ ഒരാളോട് പറയാൻ ദൈവത്തെ കൊണ്ട് പറ്റും. അതാരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കും ദൈവം. ദൈവത്തിന് കരുണ തോന്നിയാൽ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണക്കാരൻ വരുമ്പോൾ ഒരു പോലും കരുതി വെച്ചിട്ടില്ല. സ്വർഗസ്ഥനായ ദൈവം ആരുടെയെങ്കിലും മനസ്സിൽ പ്രേരിപ്പിച്ചിട്ട് ആ കാര്യം മുഴുവൻ ഏറ്റെടുക്കാൻ എത്രയോ സാക്ഷ്യങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കരുണ തോന്നിയാൽ എവിടെ നിന്നാണ് നന്മ ദൈവം വരുത്തുന്നതെന്ന് പറയാൻ പറ്റില്ല.
കരുണ തോന്നിയില്ലേ, നമ്മൾ സ്വരുക്കൂട്ടി വെച്ചതുപോലും ചിലപ്പോൾ ഒരു പനി വന്നാൽ മതി, പോയി കിട്ടും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2 വാക്യങ്ങൾ ചേർത്ത് വായിച്ച് റോമാലേഖനത്തിൽ ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഓട്ടമാണോ? അധ്വാനമാണോ? ഉറക്കളപ്പാണോ? ഞാൻ ആരുടെ ആശ്രയിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ വേർത്തൊലിച്ച് ഇവിടെ കിടന്നുകൊണ്ട് രാത്രി ഒരു പണി പകലൊരു പണി, ഇങ്ങനെ 2 പണി ഒരു സമയത്ത് ചെയ്യുന്നതാണോ? ഇതൊക്കെയാണോ? ഇതൊക്കെ അല്ലെന്ന് ഈ വാക്യത്തിൽ നിന്ന് പഠിക്കണം. എന്നിട്ട് ജീവിതം കൊണ്ട് ദൈവത്തിന് നമ്മളോട് കരുണയും കനിവും തോന്നാൻ പാകത്തിന് നാം ജീവിക്കണം. അതിനെന്താ വഴി? കൂടെ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുക, പരമാർത്ഥിയായി ജീവിക്കുക, അത്യാർത്ഥി ഇല്ലാത്തവനാകുക, ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ നമ്മളങ്ങ് പങ്കുകൊള്ളുക, ദൈവത്തെ യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ സംഗ്രഹിക്കുക, ദൈവം പറയുന്നതെല്ലാം കേൾക്കുക. 1 നാഴിക നടക്കാൻ പറഞ്ഞാൽ 2 നാഴിക നടക്കുക. ദൈവം പറഞ്ഞാലേ അപ്പം ദൈവത്തിന് കനിവ് തോന്നും, അലിവ് തോന്നും, ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുക. അപ്പം മനസ്സലിവ് തോന്നും. മനസ്സലിവ് തോന്നിയാൽ ആ ദൈവത്താലാണ് സകലതും സാധിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനില്ലേ? നോർത്ത് നോക്കിയേ, 2025 കയറിയതിന് ശേഷം ഇന്നിപ്പോൾ 1 മാസം കൂടി തീരുക, ഈ മാസവും തീരുക. ഒത്തിരി കാര്യങ്ങൾ സാധിക്കാനില്ലേ? ഒന്നും നടക്കുന്നില്ലെന്നൊരു ഭാരമില്ലേ കൂടെ? എന്താ വഴി? ഈ വാക്യം ഒരു 3-4 ആവർത്തി വായിക്കുക. ഈ വാക്യം റോമാലേഖനത്തിലെ 9-ാം അധ്യായത്തിലെ 15-16 ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന് മനസാക്ഷിക്കകത്ത് വിലയിരുത്ത്. എന്നിട്ട് ദൈവത്തെ പിണക്കാതെ ദൈവത്തിൻ്റെ മനസ്സിലും കനിവും പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് ജീവിക്കാം. ദൈവത്തിന് അലിവ് തോന്നിയാൽ എല്ലാ കാര്യവും സാധിക്കാൻ തുടങ്ങും കേട്ടോ. ജൂൺ മാസത്തിൽ ഒത്തിരി കാര്യങ്ങൾ സാധിക്കട്ടെ. വെറുതെ ഓടി ചെരുപ്പ് തേക്കാതെ സാധിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ കനിവും കരുണയും നമുക്കൂടെ തോന്നട്ടെ. അതിനായിട്ട് ഒരുങ്ങാം, പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങേക്ക് ഞങ്ങളോട് കരുണ തോന്നിയാൽ എന്തെല്ലാം കാര്യം നടക്കാൻ പോകുന്നേ അപ്പാ. ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുക. ഒരു കാര്യവും നടക്കുന്നില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന ഒത്തിരി പേർ എല്ലാ ദിവസവും ഈ വചനം കേൾക്കുന്നവർ ഉണ്ട് കർത്താവേ. അവർക്കിത് നന്നായി മനസ്സിലാകണേ. അതുപോലെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് അങ്ങയുടെ കരുണ കിട്ടത്തക്ക രീതിയിൽ ജീവിക്കാൻ പഠിപ്പിക്കണേ. അത് നിമിത്തം ഈ വരുന്ന അടുത്ത മാസം ദൈവമേ ഒത്തിരി കാര്യങ്ങൾ അങ്ങ് സാധിപ്പിച്ചു കൊടുക്കണേ. സാധിക്കും, ഞാനത് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.